നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ പിടുത്ത ഈ ആശുപത്രിൻ്റെ മുന്നിൽ എന്താണെന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ. അപ്പോൾ ആശുപത്രിക്ക് ഞാൻ ഉണ്ണിക്കുട്ടിനെയും പൂമുനും കൊണ്ട് വന്നതാണ് കേട്ടോ. അവർ രണ്ടുപേർക്കും നല്ല പനിയാണ്, ഒരാഴ്ചയായി പനി തുടങ്ങിയിട്ട്. അപ്പോൾ അടുത്തുള്ള ക്ലിനിക്കിലൊക്കെ കാണിച്ചു, പക്ഷേ കുറവില്ല കേട്ടോ. മരുന്ന് കൊടുക്കുമ്പോൾ ഒന്ന് കുറച്ച് കുറയും, അത് കഴിഞ്ഞ് അടുത്ത മരുന്നിന് സമയമാകുമ്പോഴേക്ക് പിന്നെയും പനി വരും. ഇനിയിപ്പോൾ അവിടെ കാണിച്ചിട്ട് കാര്യമില്ല, 2-3 പ്രാവശ്യം ഞാൻ കൊണ്ടുപോവുകയും ചെയ്തു. അപ്പോൾ അവിടെ കാണിച്ചിട്ട് ഇനിയിപ്പോൾ ഒരു കാര്യമില്ല വേണ്ടി വൈശാഖ് ഹോസ്പിറ്റലിലേക്ക് അവരുടെ രണ്ടാളിനെയും കൊണ്ട് വന്നതാണ്. അപ്പോൾ ഇവനെ കണ്ടതും ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, അയ്യോ കുട്ടികളെ അഡ്മിറ്റ് ആക്കണമല്ലോ, എന്താ ചെയ്യുകയെന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ അഡ്മിറ്റ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ കിളി പോയി, എന്താ ആകെ ടെൻഷനായി. എന്താ വെച്ചാൽ നമ്മൾ മരുന്നിനുള്ള പൈസയും പിന്നെ ഡോക്ടർ ഫീസ് മാത്രമാണ് കൈ പിടിച്ചിട്ടുള്ളൂ. അപ്പോൾ അഡ്മിറ്റ് എന്ന് പറഞ്ഞപ്പോൾ ആകെ ടെൻഷനായി, എന്ത് ചെയ്യും പൈസയ്ക്ക് എന്നുള്ളൊരു ടെൻഷനായിരുന്നു കേട്ടോ. പിന്നെ വിചാരിച്ചു ഇനിയിപ്പോൾ അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞിട്ട് ആക്കാണ്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ മരുന്നും മേടിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെയും പനി വരുമ്പോൾ ബുദ്ധിമുട്ടല്ലേ കൊണ്ട് എന്തായാലും കുഴപ്പമില്ല അഡ്മിറ്റ് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പൊമ്മൂനെ പോയ ഉടൻ തന്നെ ട്രിപ്പ് ഇട്ട് കിടത്തിയിട്ട്, പക്ഷേ ഉണ്ണിക്കുട്ടിന് 2 നേരം ഇഞ്ചക്ഷൻ മാത്രമേ ഉള്ളൂ. അവന് ക്ഷീണം ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ എന്നാൽ വലിയ ക്ഷീണമില്ല, പനി ഉണ്ടായിരുന്നു. അപ്പോൾ ആ പനിക്കുള്ള മരുന്നും കാര്യങ്ങളൊക്കെ അപ്പം തന്നെ കൊടുത്തു. അവന് ഇഞ്ചക്ഷനും വെച്ചപ്പോൾ തന്നെ ഒരു ഉഷാറായി, കുറച്ച് പനിയൊക്കെ വിട്ടപ്പോൾ ഉഷാറായി. അവൻ പിന്നെ ഒതുങ്ങിയിരിക്കുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുകയാണ്. അവൾക്ക് പിന്നെ ട്രിപ്പ് ഇട്ടതുകൊണ്ട് അങ്ങനെ അവൾ കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇത് കഴിഞ്ഞു, അത് രാവിലെ വന്ന ഉടനെ ഞങ്ങൾ കയ്യിലിട്ടതാണ്, ട്രിപ്പ് ഇട്ടതാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ സിസ്റ്റർ അടുത്ത് പോയി പറഞ്ഞു, അവർ വന്ന് അത് ഊരുണ്ട്, ഇനിയിപ്പോൾ ഉള്ളത് അവർക്ക് ഇഞ്ചക്ഷൻ മാത്രമേ ഉള്ളൂ 2 പേർക്കും. അപ്പോൾ കഞ്ഞി എന്താ വെച്ചാൽ കൊടുത്തോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പോയത്, ആവി പിടിക്കാനും വരണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പോയിടാം. അപ്പോൾ ഇനി ഇഞ്ചക്ഷൻ ഉണ്ട്, അപ്പോൾ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ആൾ വരും. അത് കയ്യിൽ നിന്ന് ഊരിയപ്പോൾ പിന്നെ ഉണ്ണിക്കുട്ടൻ പൊമ്മൂനും കൊണ്ട് നമുക്ക് എണിക്കുക കളിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ കേട്ടോ. കുറേ നേരമായി ചേച്ചിക്കുട്ടി ഇങ്ങനെ കിടക്കണം. അപ്പോൾ അവന് കളിക്കാൻ ആരില്ലാത്തത് കൊണ്ട് അവളിങ്ങനെ വിളിക്കുകയാണ്, വാ വാ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അവന് ദേഷ്യം വരുന്നുണ്ട്, ചേച്ചിക്കുട്ടി എണിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അവ ആ സ്റ്റൂളിൽ പോയിട്ട് ആ പുറത്തേക്ക് നോക്കിയിട്ട് ഇരിക്കുകയുണ്ട്. വന്നപ്പോൾ തുടങ്ങിയിട്ട് അവ അങ്ങോട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഇരിക്കുകയാണ്. ചേച്ചിക്കുട്ടി കളിക്കാൻ വരുന്നില്ല എന്നുള്ള സങ്കടമുണ്ട് അവനിങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുമ്പോൾ ബോറടിക്കുകയാണ്. പുറത്ത് എവിടെയും പോകാനും പറ്റുന്നില്ലല്ലോ. വീട്ടിലാണെങ്കിൽ അങ്ങോട്ട് ഓടി ഇങ്ങോട്ട് ഓടി ഇങ്ങനെ കളിക്കും. വയ്യെങ്കിൽ അങ്ങനെ വന്ന് കിടക്കും. ഇത്തിരി ഒന്ന് വഹിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒതുങ്ങിയിരിക്കില്ല, കളിയായിരിക്കും. അപ്പോൾ ചേച്ചിക്കുട്ടിക്ക് എണിക്കാനും പറ്റുന്നില്ലല്ലോ ട്രിപ്പ് ഇട്ടതുകൊണ്ട്. അപ്പോൾ അവങ്ങനെ ചേച്ചിക്കുട്ടിനെ വിളിച്ചിട്ട് അവനാകെ സങ്കടം, ചേച്ചിക്കുട്ടി കളിക്കാൻ വരുന്നില്ല അവരുടെ. പിന്നെ അങ്ങനെ രാത്രിക്കുള്ള ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി സിസ്റ്റർ വന്നു. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് ആവിയൊക്കെ പിടിച്ച് അങ്ങനെ വന്ന് രാത്രി കിടന്നു വിട്ടാൽ. പിന്നെ ഇത് ഞാൻ എടുക്കുന്നത് 2ാമത്തെ ദിവസത്തെ വീഡിയോ ഉണ്ട്. അപ്പോൾ നമ്മളിന്ന് ഹോസ്പിറ്റലിൽ വന്നിട്ട് 2 ദിവസമായി. അപ്പോൾ രാവിലത്തെ വീഡിയോ ആണ് ഞാനിത് എടുക്കുന്നത്. അപ്പോൾ ഉണ്ണിക്കുട്ടൻ കുറച്ച് നേരത്തെ തന്നെ എണീക്കുകയൊക്കെ ചെയ്തു, പക്ഷേ പൊമ്മ എണിച്ചിട്ടില്ല കേട്ടോ. പൊമ്മിന് നല്ല ക്ഷീണമുണ്ട്, മരുന്നിൻ്റെയൊക്കെ നല്ല ക്ഷീണമുണ്ട്. പൊമ്മ നല്ല ഉറക്കമാണ്. അപ്പോൾ അവളെ ഒന്ന് വിളിക്കാൻ വേണ്ടി നോക്കുമ്പോൾ അവൾ നല്ല ഉറങ്ങില്ല. അപ്പോൾ പിന്നെ കിടക്കട്ടെ വിചാരിച്ചു, കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കുക, അങ്ങനെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഒരു 6 മണി 6:30 തന്നെ ആയിട്ടുള്ളൂ. ഇനി ആവി പിടിക്കാനും ഇഞ്ചക്ഷൻ വയ്ക്കാൻ ആളൊക്കെ വരും, അപ്പോഴേക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണം. അപ്പോൾ ഏട്ടാ ആദ്യം പോയി നോക്കി, നേരത്തെ പോയി നോക്കി താഴെ എന്തെങ്കിലും ക്യാൻറ്റീൻ എന്തെങ്കിലും തുറന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ചായ എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ട് വരാൻ വേണ്ടിയിട്ട് പോയി നോക്കിയപ്പോൾ ഒന്നും തുറന്നിട്ടില്ല. കുറച്ച് കഴിഞ്ഞിട്ട് പോകാൻ വേണ്ടിയിട്ട് ഏട്ടൻ പിന്നെ ഇങ്ങോട്ട് തന്നെ വന്നു കേട്ടോ. അപ്പോൾ നല്ല രാത്രി മഴ പെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ജനലൊക്കെ അടച്ച് പൂട്ടി കിടന്നതുകൊണ്ട് മഴ പെയ്തതൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പോൾ തുറന്ന് നോക്കുമ്പോഴാണ് അറിയുന്നത് മഴ പെയ്തതിൻ്റെ ഇത് അറിയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് നല്ല മഴയൊക്കെ പെയ്തിട്ടുണ്ടാവില്ല ഏട്ടാന്നൊക്കെ പറഞ്ഞ് ഞാൻ അവിടെയൊക്കെ നോക്കുമ്പോൾ ഇങ്ങനെ നേരം വെളുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നല്ല മഴക്കാറുണ്ടായിരുന്നു, ഇപ്പോൾ രാവിലെ നല്ല മഴക്കാറുണ്ട്. അപ്പോൾ ഉണ്ണിക്കുട്ടനും പോകുമ്പോൾ പിന്നെ അങ്ങനെ കിടക്കണം. ആ ക്ഷീണം ഉണ്ടാവുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗുളികയുടെ ക്ഷീണവും പിന്നെ ഗ്ലൂക്കോസ് കയറ്റിയതിൻ്റെയും അതുപോലെ തന്നെ ട്രിപ്പ് ഇട്ടതിൻ്റെയും ഇഞ്ചക്ഷൻ വെച്ചതിൻ്റെയും ഒക്കെ നല്ല ക്ഷീണം ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഹോസ്പിറ്റലിൽ വലിയ തിരക്ക് എന്ന് പറയാനില്ല കേട്ടോ. വാർഡിലാണ് നല്ല തിരക്കുള്ളത്, റൂമുകളിലൊന്നും വലിയ തിരക്കൊന്നുമില്ല. അപ്പോൾ പിന്നെ ഏട്ടൻ അവർക്ക് ചായ എന്തെങ്കിലും മേടിച്ചിട്ട് വരാൻ വേണ്ടിയിട്ട് ഏട്ടൻ പോയി. പിന്നെ അപ്പോൾ ഞാൻ അവളുടെ മുടിയൊക്കെ ഒന്ന് അഴിച്ച് കെട്ടട്ടെ എന്ന് അങ്ങനെ കട്ടം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് അഴിച്ച് കെട്ടിയിട്ട് ഒന്ന് വൃത്തിയാക്കി മടഞ്ഞു കൊടുക്കുക പറഞ്ഞിട്ട് മുടി നന്നായി മടഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഉണ്ണിക്കുട്ടനും ഇപ്പോൾ എണിച്ചിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ ഇപ്പോൾ ചായയും കൊണ്ട് വരും. അപ്പോഴേക്കും മുടിയൊക്കെ ഇതാക്കിയിട്ട് ഗുളികയൊക്കെ ഉണ്ട് കഴിക്കാൻ, അതൊക്കെ കഴിക്കും. ഭക്ഷണത്തിന് മുമ്പ് കഴിക്കാനുള്ള ഗുളികയൊക്കെ ഉണ്ട്, അതൊക്കെ കഴിപ്പിക്കട്ടെ പറഞ്ഞിട്ട് അവളെ കഴിപ്പിക്കുകയാണ്. അപ്പോൾ അവൾക്ക് ഗുളിക കഴിക്കുക എന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല. കുപ്പിമരുന്നൊക്കെ ആകുമ്പോൾ അവൾക്ക് കഴിക്കാൻ നല്ല മടിയാണ്. ഉണ്ണിക്കുട്ടൻ നേരെ തിരിച്ചു, ഗുളിക അവൻ ചവച്ച് തിന്നും. മുഴുങ്ങെന്ന് പറഞ്ഞാൽ അവൻ മുഴുങ്ങില്ല, ചവച്ച് ഇറക്കുക ചെയ്യുക. പക്ഷേ പൊമ്മൂന് നേരെ മറിച്ചാണ്, കുപ്പിമരുന്ന് അവൾക്ക് ഇഷ്ടമല്ല. പിന്നെ അങ്ങനെ അതാ ഏട്ടൻ വന്ന് ആപ്പം മേടിച്ചിട്ട് വന്നു കേട്ടോ. അപ്പോൾ അവൾക്ക് കറിയൊന്നും വേണ്ട ആപ്പത്തിന് എന്ന് പറഞ്ഞിട്ട് അവൾ ആപ്പം മാത്രം കഴിക്കണം. അതുപോലെ തന്നെ ഉണ്ണിക്കുട്ടനും കൊടുത്തു. ഉണ്ണിക്കുട്ടനും തന്നെ കഴിക്കാൻ ആദ്യം കൊടുക്കുമ്പോൾ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുന്നു, കഴിക്കാൻ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഉണ്ണി കഴിച്ചില്ലെങ്കിൽ അടുത്ത കയ്യിലും കുത്തും, ഡോക്ടർ വന്ന് ചീത്ത പറയുന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ട് അവന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവനും തന്നെ കറികളൊന്നും വേണ്ട, അതിൻ്റെ കൂടെ ചട്നിയും പിന്നെ സാമ്പാറൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് അതൊന്നും വേണ്ട. പിന്നെ വായിക്കൊന്നും പിടിക്കുന്നുണ്ടാവില്ലല്ലോ, പിന്നെ നിർബന്ധിക്കണ്ട പറഞ്ഞിട്ട് അവർക്ക് ഉള്ളത് കഴിക്കട്ടെ പറഞ്ഞിട്ട് അവർക്ക് വാരി കൊടുത്താൽ. പിന്നെ ഉണ്ണിക്കുട്ടനും പോകുമ്പോൾ അത് കഴിച്ച് കഴിഞ്ഞ് ഒരു 10-12 മണിയായി. ഞങ്ങൾ ആവിയൊക്കെ പിടിച്ച് കഴിഞ്ഞ് വരുമ്പോഴേക്ക് പിന്നെ അച്ഛൻ വന്നിരിക്കുന്നു. അച്ഛനെ കൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ, വരണ്ട അച്ഛാ, കുഴപ്പമൊന്നുമില്ല,
കുട്ടികൾക്ക് അവർക്ക് നല്ല ക്ഷീണമായതുകൊണ്ടാണ് ട്രിപ്പ് ഇട്ടിരിക്കുന്നത്, അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല, അച്ഛൻ പേടിക്കേണ്ട പറഞ്ഞതാണ്. അപ്പോൾ അച്ഛനൊരു സമാധാനമില്ല, കുട്ടികളെ ഒന്ന് കണ്ടിട്ട് വരാൻ പറഞ്ഞിട്ട് അച്ഛൻ അങ്ങനെ വന്നിരിക്കുകയുണ്ട്. അപ്പോൾ അച്ഛൻ വരുമ്പോൾ ചോറും കറിയൊക്കെ അമ്മ കൊടുത്തു വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് വരിക പറഞ്ഞാൽ ഒരു 1.5 മണിക്കൂർ ബസ്സിലിരിക്കണം, അതുകൊണ്ടാണ് അച്ഛൻ വരണ്ടെന്നൊക്കെ പറഞ്ഞത്. പക്ഷേ അച്ഛൻ കേൾക്കാണ്ട് വന്നതാണ്, കുട്ടികളെ ഒന്ന് കണ്ടിട്ട് പോകാൻ പറഞ്ഞിട്ട്. അപ്പോൾ അച്ഛൻ വന്നു കഴിഞ്ഞപ്പോൾ ഏട്ടൻ ഒന്ന് വീട്ടിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഏട്ടൻ അങ്ങനെ പോയിട്ട്, അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഇത് അഡ്മിറ്റ് ആവുമെന്ന് വിചാരിച്ചിട്ട് വന്നതല്ലല്ലോ ഹോസ്പിറ്റലിലേക്ക്. അപ്പോൾ വീട്ടിലൊന്നും ഒതുക്കി വെക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി ഇപ്പോൾ ഉച്ചയ്ക്കുള്ള ചോറ് അച്ഛൻ കൊണ്ടുവന്നിട്ടുണ്ട്, ഇനി വൈകുന്നേരത്തിനുള്ള ചോറും വെള്ളമൊക്കെ എടുത്തിട്ട് വരാൻ പറഞ്ഞിട്ട് ഏട്ടൻ വീട്ടിൽ പോയിട്ടാണ്. അപ്പോൾ ശരിയെന്നാൽ ഏട്ടൻ പോയിട്ട് വാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നു. അപ്പോൾ പിന്നെ അച്ഛൻ ഹോസ്പിറ്റലിലെ കാര്യത്തിൽ പൈസ വേണ്ട കയ്യിൽ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് പൈസയൊക്കെ തരാൻ നിന്നു കേട്ടോ. അപ്പോൾ ഞാൻ അച്ഛനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ, അച്ഛ കയ്യിൽ പൈസ ഉണ്ട് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ കയ്യിൽ വെക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ നിർബന്ധിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ വേണ്ട, അച്ഛൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം, അപ്പോൾ അച്ഛൻ കൊണ്ടുവന്നാൽ മതി, ഇപ്പോൾ പൈസയൊന്നും വേണ്ട, കയ്യിലുണ്ട് പൈസ എന്ന് പറഞ്ഞു. പിന്നെ അച്ഛൻ എന്നാൽ ശരി എന്നാൽ ഞാൻ പോട്ടെ പറഞ്ഞിട്ട് അച്ഛൻ അങ്ങനെ പോയി. അപ്പോൾ പിന്നെ അമ്മ കൊണ്ടുവന്ന ചോറ് ഇനി കുട്ടികൾക്ക് കൊടുക്കണം. അപ്പോൾ അവർ കുറേ ദിവസമായി അവർ ചോറൊക്കെ കഴിച്ചിട്ടിട്ട് ഇത്രയും ദിവസം കഞ്ഞി അങ്ങനെയൊക്കെ ആയിട്ടാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നേരവണ്ണം കഴിക്കുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഒന്നാമത്തെ ഇങ്ങനെ ക്ഷീണവും വരാൻ കാരണം. എന്ത് കഴിച്ചാലും ഛർദ്ദിക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് കുറച്ച് ഛർദ്ദിയൊക്കെ കുറഞ്ഞത്, അതുപോലെ പനി കുറഞ്ഞത്. പനിയൊക്കെ കുറഞ്ഞപ്പോൾ അവർ കുറച്ച് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അമ്മമ്മ കൊടുത്തു വിട്ടത് അവർക്ക് ഇഷ്ടമുള്ളതായിരുന്നു, ഇഷ്ടമുള്ള കറികളായിരുന്നു കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ കൂട്ടിയിട്ട് അവർ കഴിച്ചു. അപ്പോൾ കഴിച്ചിട്ട് രണ്ടുപേരും അങ്ങനെ കിടന്ന് ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഉച്ചയ്ക്കുള്ള മരുന്നൊക്കെ കൊടുത്തിട്ട് കുറച്ച് നേരം കിടന്നുറങ്ങുക, അതീതി ഓടിക്കളിക്കേണ്ട. ഉണ്ണിക്കുട്ടനാണ് കേട്ടോ ഓടിക്കളിക്കുക, പോകുമ്പോൾ പിന്നെ അങ്ങനെ കിടക്കും, ഉണ്ണിക്കുട്ടൻ ഒതുങ്ങിയിരിക്കില്ല, അതീതി ഓടി. അപ്പോൾ കുറച്ച് നേരം കിടന്ന് ഉറങ്ങേണ്ട ഉണ്ണി പറഞ്ഞിട്ട് അവർ രണ്ടുപേരിനെയും കൂടി കിടത്തിയതാണ് കേട്ടോ. അപ്പോൾ എത്രയും പെട്ടെന്ന് പനിയൊക്കെ മാറിയിട്ട് ഞങ്ങൾക്ക് വീട്ടിൽ പോകാൻ പറ്റണേന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് വീട്ടിൽ പോകാൻ പറ്റണേ, കുട്ടികളുടെ പനി മാറണേന്ന് എല്ലാവരും പ്രാർത്ഥിക്കണേ.